ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെയുള്ള കട്ടൻ ചായ ആയിട്ട് ഇറങ്ങിയതാട്ടോ മുറ്റത്തോട്ടം. അപ്പോൾ രാവിലെ ഒരു പുലർച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു മഞ്ഞുണ്ടെന്ന് വിചാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ചെടികളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ചെടികളുടെ മുകളിലൊക്കെ അങ്ങനെ വെള്ളം കാണാറുണ്ട്. അതുകൊണ്ടാണ് ചെടികളൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ. ഒരു ഗ്ലാസ് ചായയും ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ നോക്കി ഇങ്ങനെ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ്. ആ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. ചെറുതായിട്ടിങ്ങനെ വെയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് വേറെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്കിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ നടക്കാൻ പറ്റാറുണ്ട്. നമ്മൾ ആ ഓരോരോ ഏജിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ആ ഓരോരോ സന്തോഷങ്ങൾ അപ്പം അനുഭവിച്ച് പോയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെണ്ടുമല്ലി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഓണത്തിന് പൂക്കളിടുന്ന ആ ടൈപ്പ് ചെണ്ടുമല്ലിയില്ല, അത് വേറൊരു ടൈപ്പ് ചെണ്ടുമല്ലിയാണ്. ഈ ഒരു ഓറഞ്ച് കളറിലാണത്. പിന്നെ എന്താ പറയുക, ഇതിൽ കുറേ ബട്ടർഫ്ലൈസ് വരാറുണ്ടെന്ന്, ഒരുപാട് ചെണ്ടുമല്ലികളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ കൃഷ്ണഗീത ഉണ്ട്, അതിലും കുറേ ബട്ടർഫ്ലൈസ് വരാറുണ്ട് കേട്ടോ. പിന്നെ ചെമ്മന്തിപ്പൂ കുറേ മൊട്ടുണ്ടാവാറുണ്ട്, പക്ഷെ അതങ്ങനെ പൂവൊന്നും വിരിയാറില്ല. അതങ്ങനെ പിന്നെ അങ്ങനെ നിന്ന് അങ്ങനെ കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ ഇവിടെ ഒരുപാട് കറ്റാവാഴ പൂത്തിട്ടുണ്ട്. ഒരു 4-5 കറ്റാവാഴയിൽ പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കറ്റാവാഴ പൂ കാണുന്നത്. നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് കറ്റാവാഴ പൂക്കണതും. നല്ല ഭംഗിയുണ്ട് ആ പൂ കാണാനായിട്ട്. ഒരു ഓറഞ്ച്, ലൈറ്റ് ഒരു ഓറഞ്ച് കളറോ അങ്ങനത്തെ ഒരു കളറാണ് ആ പൂവിന്. അങ്ങനെ ഒരുപാട് വിടരൊന്നുമില്ല, അങ്ങനെ മുത്ത് പോലെ തന്നെ അതിൻ്റെ തുമ്പ് മാത്രം ഒന്നും ഇങ്ങനെ വിടരത്തുള്ളൂ. പിന്നെ ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, സീനികയുടെ മുകളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത്. ഇവർക്കും ഒരു പേടിയില്ല കേട്ടോ, നമ്മളടുത്ത് വന്നു എന്ന് വിചാരിച്ചിട്ട് ഇവർ പറന്ന് പോകുന്നൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഇവർ പോസ് ചെയ്തും തരിക തോന്നുന്നു. പിന്നെ ഈ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ് ഈ പൂ കാണാനായിട്ട്. കുഞ്ഞി കുഞ്ഞി പൂവാണ് ഉണ്ടാവുക, ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. അത് നഴ്സറിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ പേര് തീപ്പൊരി പൂ എന്നാണ് പറഞ്ഞത്. ഇത് ആ പൂവിൻ്റെ വിത്താണ്. ആ ബട്ടർഫ്ലൈ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടാണ് തോന്നുന്നു. പിന്നെ അമ്മ കോഴീനൊക്കെ കഴിച്ചിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു കുമ്പളങ്ങ പൊട്ടിക്കാൻ പോകുന്നത്, കുമ്പളങ്ങ കറിയാണ്. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറി നോക്കാം. അവിടെ നല്ല രസമാണ് ടെറസിൻ്റെ മുകൾ ഭാഗം കാണാനായിട്ട്. ചെറിയൊരു മലയൊക്കെ ഉണ്ട് അവിടെ, നല്ല രസമാണ്. സന്ധ്യ സമയത്താണ് കുറച്ചും കൂടി ഭംഗി. ഈ പക്ഷികളൊക്കെ അങ്ങനെ പറന്നു പോകാൻ കാണാൻ നല്ല രസമാണ്. അപ്പോൾ കുമ്പളങ്ങ പൂര് ചെറിയ തേനീച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്. കുമ്പളങ്ങ അത്യാവശ്യം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം. കാരണം കുഞ്ഞ് കുമ്പളങ്ങയാണ്, പക്ഷെ നമുക്ക് കുഞ്ഞ് കുമ്പളങ്ങയായിട്ടോ ഇഷ്ടം. കാരണം മുറിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് കറി വെച്ച് തീർക്കാനായിട്ട് പറ്റാറുണ്ട്. മറ്റേ ഒരുപാട് വലുതൊക്കെ ആണെന്ന് നമ്മൾ മുറിച്ച് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഫ്രിഡ്ജിൽ വെച്ച് കുറേയൊക്കെ ചീഞ്ഞും പോകും, നമുക്ക് മടുക്കും ചെയ്യും. കുമ്പളങ്ങ പിന്നെ ഉണ്ടായാൽ പിന്നെ എന്നും കുമ്പളങ്ങ കറി ആയിരിക്കും. കുമ്പളങ്ങ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ എന്നും കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു കുമ്പളങ്ങ, പിന്നെ ഈ ഒരു കുമ്പളങ്ങ നമ്മൾ മുറിച്ചു കേട്ടോ. ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ടെന്നാണ് അമ്മ പറയണത്. കാരണം ഇതിൻ്റെ മുകളിൽ കണ്ട് വെള്ളം കളറിൽ പൊടി ചൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊടി ചൂടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മൂത്തെന്നാണ് പറയാറ്. അത് പിന്നെ ചെടിയിൽ തന്നെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുമ്പളങ്ങ ഉണ്ടാവുന്നത് കുറയുമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളത് മുറിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ചിട്ട് അമ്മ അടുക്കളയ്ക്ക് പോവുകയാണ് കുമ്പളങ്ങ കറി വെക്കാനായിട്ട്. എൻ്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മ വെക്കണ ഈ ഒരു കറി. ഇതിങ്ങനെ പാല് പിഴിഞ്ഞിട്ട് വെക്കണ ഒരു കറിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇഷ്ടു എന്നാണ് പറയുന്നത്. അവർ ഇഷ്ടു കറി എന്നാണ്. ശരിക്കും ഇത് ഇഷ്ടമല്ല, പക്ഷെ അവർ പറയും ഇഷ്ടു കറി എന്നാണ്. ഇതിൽ കുമ്പളങ്ങയൊക്കെ നമ്മൾ മുറിച്ച് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ട് ഒരു തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് വിസിലിടാണ്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുമ്പളങ്ങയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരിക്കും. കണ്ടോ? പിന്നെ നമ്മൾ ആ തേങ്ങയുടെ ബാക്കിൽ 2 പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ചൊന്ന് തിള വരണ വരെ വെയിറ്റ് ചെയ്യുക. ഇത് ഒരു പ്ലെയിൻ ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കണില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഇല്ല. ഇതിൻ്റെ കൂടെ കടുമാങ്ങ അച്ചാറോ അല്ലെങ്കിൽ മീൻ വറുത്തതോ ഉണക്ക മീനോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മളതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. പ്ലെയിൻ ടേസ്റ്റ് ആയതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളിങ്ങനെ പാലൊക്കെ കഴിച്ചാൽ അപ്പം പാലൊഴിച്ചിട്ട് അപ്പം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നന്നാവുള്ളൂ തോന്നുന്നു. എരിവുള്ള എന്തെങ്കിലും വേണം. പിന്നെ തീ ഓഫ് ചെയ്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കറി തന്നെ ആയിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ, വീണ്ടും കാണാം. ബൈ, സീ യു.